നല്ല കുറച്ച് ചേമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ചേമ്പ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ചേമ്പ് അത് അടുപ്പത്ത് വെച്ചു, ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് പോയിട്ട് കുറച്ച് കാന്താരിയും പറിച്ചിട്ട് വന്നേ. കാന്താരി ഉപ്പിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്തു, ചെറിയുള്ളിയും കൂടെ കൂട്ടി ഇടിച്ചു. എന്നിട്ട് നമ്മളതിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് ദോശമാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ തന്നെ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേമ്പൊക്കെ പുഴുങ്ങി കഴിക്കാൻ നേരത്ത് വീണ്ടും അവർക്ക് കൊടുത്ത് അവർ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനെ സ്കൂളിലോട്ട് വിടുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കുഞ്ഞിന് കൊടുത്തു വിടാനൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതും കഴിക്കാനായിട്ട് കൊടുക്കും കേട്ടോ. ഇതാണ് ഇഷ്ടം വെച്ചാൽ അത് കഴിക്കട്ടെ. പക്ഷേ ഇത് കൊടുക്കാതിരിക്കില്ല, അവരെ അത് ശീലിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളും കഴിച്ചു. കുഞ്ഞിനെ സ്കൂളിലോട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കുരുമുളകും ഇപ്പോൾ നമ്മുടെ ഓർഡർ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. കുരുമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് 1/4 കിലോ, 1/2 കിലോ, 1 കിലോ ഒക്കെയാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ. പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ വലിയ മേരയിലൊക്കെ വരികയൊക്കെ ചെയ്യും. കുന്തിരിക്കുണ്ട്. പിന്നെ നമുക്ക് നല്ല ഏലക്ക ഉണ്ട് കേട്ടോ. അത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഏലക്കയുടെ കാണിക്കുമ്പോൾ ഏലക്ക ഉണ്ടോ എന്നുള്ളത്. നല്ല ഏലക്ക ഉണ്ട് കേട്ടോ, പഴകാത്ത ഈ പ്രാവശ്യത്തെ തന്നെ ഏലക്കയാണ്. അപ്പോൾ അതിനുകൊണ്ട് തന്നെ അതിന് കുറച്ച് നല്ല മണമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുടംപുളിയും ഉണ്ട്. ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പിൽ. പിന്നെ തേനും ഉണ്ട്. കാട്ടുതേനാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ചെറുതേനാണോ നല്ലത്? കാട്ടുതേനാട്ടോ, വലിയ തേൻ തന്നെയാണ്. പിന്നെ ഗ്രാമ്പുമൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പാക്കൊക്കെ ചെയ്തിട്ട് കറി വെക്കാനായിട്ട് വന്നതാണ് കേട്ടോ. തുമരക്കറിയാണ് വെക്കുന്നത്. ഇതെന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കലുണ്ട്. ഇത് ഈ തുമരപ്പരിപ്പ് സാമ്പാറൊക്കെ വെക്കാൻ എടുക്കില്ലേ, അതിൻ്റെ തുമരയാണ് കേട്ടോ. ഇത് ഉണക്കിയും പച്ചയൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ. ഇത് ഉണക്കിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അരപ്പൊക്കെ കുറച്ച് നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.